ധനകാര്യമന്ത്രിയും കോൺഗ്രസ് നേതാവും സഹകാരിയുമായിരുന്ന തച്ചടി പ്രഭാകരന്റെ ചരമവാർഷികം തച്ചടി പ്രഭാകരൻ സ്മാരക കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. അനുസ്മരണ സമ്മേളനം ഡിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ബാബു പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ധനകാര്യമന്ത്രിയും കോൺഗ്രസ് നേതാവും സഹകാരിയുമായിരുന്ന തച്ചടി പ്രഭാകരന്റെ 25ാമത് ചരമവാർഷിക ദിനം ഡി ഉദയഭാനുവിന്റെ അധ്യക്ഷതയിൽ കൂടിയ അനുസ്മരണ സമ്മേളനം ഡിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ബാബു പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ജനാധിപത്യ ചേരിക്ക് വേണ്ടി മാറ്റി ഒഴിഞ്ഞു വെച്ചതുകൊണ്ടാണ്. സത്യം പറഞ്ഞാൽ ഒരു പൊതുപ്രവർത്തകനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വളർച്ചയിലെ ഏറ്റവും തിളക്കമാർന്ന കാര്യങ്ങളൊക്കെയാണ് സാധാരണഗതിയിൽ പൊതുപ്രവർത്തകരെ കുറിച്ച് സംസാരിക്കുമ്പോൾ പ്രതിപാദിക്കുന്നത്. ആ പൊതുപ്രവർത്തകൻ ആ തിളക്കമാർന്ന അധ്യായത്തിൽ എത്തിച്ചേരുന്നത് വരെ അനുഭവിച്ച ക്ലേശങ്ങൾ, പ്രയാസങ്ങൾ, അതുവരെ നേരിടേണ്ടി വന്ന പ്രതിസന്ധികൾ, സംഘടനാ പ്രവർത്തനത്തിൽ അദ്ദേഹത്തിന് താണ്ടേണ്ടി വന്ന വലിയ 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 വിഷമസന്ധികൾ, ഇതിനെക്കുറിച്ചൊന്നും സത്യത്തിൽ ആരും പലപ്പോഴും ഓർക്കാറില്ല. ഒരു നല്ല കാലത്തെക്കുറിച്ചും ഒരു നല്ല അധികാരത്തെക്കുറിച്ചും ആ അധികാരത്തിൻ്റെ പേരിൽ ആ വ്യക്തിക്ക് ഉണ്ടായ പ്രസക്തിയെക്കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ പൊതുപ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ തുടക്കം മുതൽ ഒരു നല്ല അധികാര സ്ഥാനത്ത് എത്തുന്നത് വരെ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പലപ്പോഴും വിസ്മരിക്കപ്പെടുകയാണ്. ശ്രീ തച്ചടി പ്രഭാകരൻ അവരുകളാണ് വള്ളികുന്നം പോലെയുള്ള സ്ഥലങ്ങളിൽ അവിടെ ശൂരനാട് കൊലക്കേസൊക്കെ ഉണ്ടായിക്കഴിഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ എല്ലാ വിശ്വരൂപം പൂണ്ടവിടെ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ വള്ളികുന്നത്ത് പാർട്ടി ഉണ്ടാക്കാൻ വേണ്ടി അവിടെ പോയി താമസിച്ച് മാസങ്ങളോളം താമസിച്ച് രാവിലെ ഒരു സൈക്കിളിൽ മൈക്ക് വെച്ച് കെട്ടി അവിടെ പദയാത്രയും നടത്തി അവിടുത്തെ കിട്ടിയ ആളുകളെയൊക്കെ വിളിച്ചു കൂട്ടി. ഇന്ന് കോൺഗ്രസിന് ഒരു ശക്തമായ അടിത്തറ വള്ളികുന്നം പോലെ ശൂരനാട് കൊലക്കേസിൻ്റെ ഒക്കെ പശ്ചാത്തലമുള്ള സ്ഥലത്ത് കോൺഗ്രസിനൊരു ശക്തി ഉണ്ടായെങ്കിൽ അത് തച്ചടി പ്രഭാകരനാണ്. അതുപോലെ ഭരണിക്കാവിൽ ആ പ്രദേശങ്ങളിലൊക്കെ പന്തളത്ത്, അതുപോലെ അവിഭക്ത ആലപ്പുഴ ജില്ലയുടെ പ്രദേശങ്ങളായ പന്തളം, പാലമേൽ, അതുപോലെ നൂർനാട്, ഈ പ്രദേശങ്ങൾ എവിടെ ചെന്നാലും പഴയ ആളുകൾ പറയുമായിരുന്നു. യോഗത്തിൽ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന അഡ്വക്കേറ്റ് കെ ഗോപിനാഥനെ സ്മാരക കമ്മിറ്റി ആദരിച്ചു. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതിനെ തകർക്കുന്നതിന് ഈ ഗവൺമെന്റ് മുന്നോട്ട് വച്ചിരിക്കുന്ന പരിപാടികൾ, ഈ ഗവൺമെന്റ് മുന്നോട്ട് വച്ചിരിക്കുന്ന ജനങ്ങളെ ആകർഷിക്കുവാൻ വേണ്ടി മാത്രം ചെയ്യുന്ന പരിപാടികൾ അതിനെ തുറന്നു കാട്ടി ഈ പ്രസ്ഥാനത്തെ നിലനിർത്തിക്കൊണ്ടു പോകണം, ജനങ്ങൾക്ക് പ്രയോജനമുള്ളതായി നിലനിർത്തിക്കൊണ്ടു പോകണം എന്ന് ആ ഉത്തരവാദിത്വ ബോധം നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. പ്രത്യേകിച്ചും തച്ചടിയുടെ ഈ 25ാമത് ചരമവാർഷികത്തോടനുബന്ധിച്ച് നമ്മൾ അദ്ദേഹത്തെ സ്മരിക്കുമ്പോൾ അത് നമ്മുടെ ചുമതലയാണ് എന്നുകൂടി അനുസ്മരിച്ചുകൊണ്ട് നിങ്ങൾ നൽകിയ സ്വീകരണത്തിന് നന്നായി നല്ല പറഞ്ഞുകൊണ്ട് ഡിസിസി അംഗം തുരുത്തിവയലിൽ ആർ ഭദ്രൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി സൈലാബ്ദീൻ, ഡിസിസി ജനറൽ സെക്രട്ടറി എ പി ഷാജഹാൻ, ഡിസിസി വൈസ് പ്രസിഡന്റ് ഗായത്രി തമ്പാൻ, INTUC യുവജന വിഭാഗം ജില്ലാ പ്രസിഡന്റ് ജയകൃഷ്ണൻ, മണ്ഡലം പ്രസിഡന്റ് ഷുക്കൂർ വൈശ്ശേരിൽ, രാജേന്ദ്രക്കുറുപ്പ്, വെളുത്തെടുത്ത സന്തോഷ്, വേലായുധൻപിള്ള, തയ്യിൽ റഷീദ്, സുധാ സുധാകരൻ, രാജൻ പനക്കൽ, കെ പ്രഭാകരൻ, അമ്പി രാജൻപിള്ള, ബലഭദ്രൻ, കുഞ്ഞുമോൻ ചേലപ്പുറത്ത്, AT അബ്ദുൽ സലാം, രാജൻ തേഞ്ചേരിൽ എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം.